ഗുരുദർശന വിചാര കേന്ദ്രത്തിലെ 16-ാം ദിവസത്തിലെ വായനയിലേക്ക് സ്വാഗതം. നാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങളുടെ അനുഗ്രഹത്താൽ വിഘ്ന തടസ്സങ്ങളൊന്നുമില്ലാതെ നാം ഇന്ന് 16-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് ഓർമ്മയിലുണ്ടാകുമെങ്കിൽ ഈ ദിവസത്തെ 5 ഗണങ്ങളിലേക്ക് നമുക്ക് പോകാം. 72 മുതൽ 76 വരെയുള്ള 5 ഗണങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിച്ചു പോകുന്നത്. 72-ാം ഖണ്ഡത്തിലേക്ക് പ്രവേശിക്കാം. ക്രിയയൊരു കുറിത വിദ്യ കേവലം ചിന്മയി മാറി കുറിതു വിദ്യാമായയാലേ നിയതമിങ്ങനെ നിൽക്കിലും പിരിഞ്ഞവയവ അപരഭാവന തുര്യമേകിടുന്നു. അപരഭാവനയാണ് നമ്മെ യഥാർത്ഥത്തിൽ ഉള്ള സ്ഥാനത്ത് എത്തിക്കുന്നത്. യഥാർത്ഥ സ്ഥാനം എന്താണ്? ഒരു പൊരുളിങ്കൽ അനേകമുണ്ടനേകം പൊരുളിലൊരർത്ഥവുമെന്നു ബുദ്ധിയാലേ. പൊരുളിൽ ഒരർത്ഥവുമെന്ന് ബുദ്ധിയാലേ അറിയണം. ഇന്നലെ പറഞ്ഞ പരമ്പൊരുൾ തന്നെയാണ് ഈ വർത്തമാനത്തിന്റെ അടിത്തറ. അപ്പൊ പൊരുളിൽ ഒരു അർത്ഥമുണ്ട് എന്ന ബുദ്ധിയാലേ അറിവിലടങ്ങും അഭേദമായതെല്ലാവരും അറിവിലതി ഗോപനീയമാകും. പരമ്പൊരുളിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതകരമായ ആ അർത്ഥത്തെ പലപ്പോഴും വലിയ പണ്ഡിതന്മാരെന്നൊക്കെ പറയുന്നവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കണ്ടെത്താൻ കഴിഞ്ഞാൽ തുര്യബോധത്തിൽ എത്തുമെന്ന് ഭഗവാൻ പറഞ്ഞല്ലോ. പിന്നെ സമഭാവനയാണ്. സമഭാവനയുടെ അർത്ഥം എന്ന് പറഞ്ഞാലോ നിങ്ങളും ഞാനും എല്ലാം ഒന്നു തന്നെ എന്നതാണ് സമഭാവന. ജാതി, മതം, വർഗം അങ്ങനെയൊന്നുമില്ലാത്ത സമഭാവനയിലേക്ക്, മനുഷ്യൻ എന്ന സമഭാവനയിലേക്ക് പൊടിയൊരു ഭൂവിൽ അസംഖ്യമ പൊടിക്കുൾ പെടുമൊരു ഭൂവിധി തന്നില്ല ഭിന്നഭാവം. ഭൂമിക്ക് ഭിന്നഭാവങ്ങളൊന്നുമില്ല എന്ന് ഭഗവാൻ പറയണു. ജഡമരുന്നത് പോലെ ചിത്തിലും ചിത്തുടലിലും ഇങ്ങി എന്താ അതിനാലിതോർക്കിലേകം. നമ്മുടെ ജഡത്തിലും ചിത്തിലും ഉടലിലും ഇന്ന് തിങ്ങി നിൽക്കുന്നത് ഓർക്കേണ്ടതാണ്. എന്താണ് ഓർക്കേണ്ടത്? പൊരുളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥത്തെ അന്വേഷിക്കലാണ് ഓർക്കേണ്ടത്. അതുകൊണ്ടായ പ്രകൃതി, ജലം, തനു, ഭേനമഴിയാത്മാവഹം അഹമെന്നലയുന്നതു ഉർവിജാലം. അകമലരാർന്നറിവൊക്കെ മുത്തുതാൻ താൻ നുകരുവതാ അമൃതായതിങ്ങുനൂനം. അകമലരിലെ അകപുഷ്പത്തിലെ അറിവുകൾ മുത്താണ്. താൻ നുകരുവത് എന്താണ്? അമൃതമാണ്. പരമ്പൊരുളിനെ അറിയുന്ന നിമിഷാർത്ഥത്തിൽ നാം അമൃതഭാവം കൈവരിക്കുന്നു. ആത്മോപദേശ ശതകം നൽകുന്ന അത്ഭുതകരമായ ഈ വഴിവെളിച്ചം ഇന്ന് ആർക്കാണ് വേണ്ടത്? വെട്ടിപ്പിടിക്കാനും സ്ഥാനങ്ങൾ നേടാനും ധനാർജനം ചെയ്യാനും ഏത് കുമാർഗങ്ങളും സ്വീകരിക്കുന്നവർ അറിയേണ്ടതാ അല്ലേ ഭഗവാന്റെ ഈ പൊരുൾ? പറയണു, മണലളവറ്റു ചൊരിഞ്ഞ വാവിയിന്മേൽ അണിയണി യായല വീശിടുന്ന വണ്ണം
എന്താണ്? മണൽ അളവറ്റ് ചൊരിഞ്ഞ വാബിന്മേൽ അണിയണിയായി അലവീശിടുന്ന വണ്ണം. കടലിൽ നിന്ന് മണലിങ്ങനെ കടൽ തീരത്തേക്ക് അടിച്ചു കൊണ്ടുവരുന്നു. ആരാ കൊണ്ടുവരുന്നത്? തിരമാലകളാണ്. എന്ന പോലെ അമൃത പരമ്പര വീശിയുള്ള അന്തരാത്മാവിനെ അകമേ ബഹുരൂപമാക്കിടുന്നു. അകമേ ബഹുരൂപമാക്കിടുന്നു. നമ്മുടെ ഉള്ളം, മന, ആത്മാ, ഹൃദയങ്ങൾ ദൈവതമ്പുരാൻ അകത്ത് വെച്ചിട്ടുള്ള കോടാനുകോടി യന്ത്രങ്ങൾ നമ്മുടെ ഈ കാഴ്ചപ്പാട് കൊണ്ട് ബഹുരൂപമാക്കി മാറ്റുന്നു എന്ന് അറിയേണ്ടതാണ്. ആ അറിവിലേക്കുള്ള യാത്രയാണ് ആത്മോപദേശ ശതകം നമുക്ക് നൽകുന്നത്. ഈ യാത്രയിൽ ഗുരുദർശന വിചാര കേന്ദ്രത്തിൻ്റെ കൂടെ വന്നിരുന്നത് കേൾക്കാനും അത് ഉൾക്കൊള്ളാനും കഴിഞ്ഞവർക്കെല്ലാം, ദൂരദേശങ്ങളിലിരുന്ന് ഇത് ആധുനിക ശാസ്ത്ര സാങ്കേതിക മാർഗങ്ങളുടെ ഭാഗമായി കേൾക്കുന്നവർക്കും എല്ലാം ഭഗവാൻ നാരായണ ഗുരുവിൻ്റെ മഹാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ 16-ാം ദിവസത്തെ വായന നാം ഇവിടെ നിർത്തിക്കൊള്ളട്ടെ. വീണ്ടും നമുക്ക് കാണുന്നത് വരെ, കേൾക്കുന്നത് വരെ ഗുരുവിൻ്റെ നാമധേയത്തിൽ നന്ദി, നന്ദി, നമസ്കാരം. സർവശുഭകാരിണിയായ അക്ഷരാംബിക നമ്മയെല്ലാം നയിക്കുമാറാകട്ടെ, നമ്മയെല്ലാം പ്രകാശത്തിലെത്തിക്കുമാറാകട്ടെ. നന്ദി, നന്ദി, നമസ്കാരം.